നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ടാറ്റ കൺസൾട്ടൻസി സർവീസസിൽ TCSൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ കഴിയുന്ന നിരവധി അവസരങ്ങളാണ് TCSൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിന്റെ ടെലഗ്രാം ചാനൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. ഇതാണ് TCS സിഗ്മ ഹയറിംഗിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. B.Pharm അതുപോലെ തന്നെ M.Pharm ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന അവസരങ്ങളാണ് നിലവിൽ TCSൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 2023 പാസ് ഔട്ട്സിന് വേണ്ടി മാത്രമുള്ള റിക്രൂട്ട്മെന്റ് ആണ് TCS നടത്തുന്നത്. ഇത് TCSന്റെ സിഗ്മ ഹയറിംഗ് 2023 ആണ്. B.Pharm അതുപോലെ തന്നെ M.Pharm ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതും 2023 പാസ് ഔട്ട്സിന് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാർച്ച് 30 അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് ആയിട്ട് വരുന്നത്. അതിന് മുൻപേ തന്നെ യോഗ്യരായിട്ടുള്ള ആളുകൾ രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യുക. ടെസ്റ്റ് ഡേറ്റ് വരുന്ന ഏപ്രിൽ 9 എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ അറിയിക്കുന്നത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കാൻ വേണ്ടി സാധിക്കും. 2023 പാസ് ഔട്ട് ആവുന്ന ഫാർമസി സ്ട്രീമുകളിലുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. B.Pharm കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം, അതുപോലെ തന്നെ M.Pharm ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും B.Pharm അല്ലെങ്കിൽ M.Pharm 2023 പാസ് ഔട്ട് ആവുന്ന ആളുകൾക്ക് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതാണ്. 18 മുതൽ 28 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യവുമാണ് ഇവിടെ പറയുന്നത്. പിന്നീട് ടെസ്റ്റ് പാറ്റേണിന്റെ ഡീറ്റെയിൽസ് ഇവിടെ അവൈലബിൾ ആണ്. പാർട്ട് 1 എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, വെർബൽ എബിലിറ്റി, റീസണിംഗ് എബിലിറ്റി എന്നിവ അടങ്ങിയ ഒരു എക്സാം ആയിരിക്കും. പിന്നീട് സെക്ഷൻ 2 ഒരു ഡൊമൈൻ ടെസ്റ്റ് ആയിരിക്കും. നിങ്ങളുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ആ ഒരു സെക്ഷനിൽ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഞാൻ എന്തായാലും ഈ ഒരു പേജിന്റെ ഡയറക്റ്റ് ലിങ്ക് താഴെ നൽകാം. ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക്, അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. തുടക്കത്തിൽ തന്നെ ഈ ഒരു പേജിന്റെ തുടക്കത്തിൽ രജിസ്റ്റർ ഹിയർ എന്നൊരു ലിങ്ക് ഉണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പുതിയൊരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. TCSന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലാണ്. ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കാണുവാൻ വേണ്ടി സാധിക്കും. ഈ ഒരു നോട്ടിഫിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട്, ഈ ഒരു PDF ഫയൽ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ നൽകിയിരിക്കുന്ന സ്റ്റെപ്പുകൾ കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഈ ഒരു PDFന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. ഇവിടെ സ്ക്രീൻഷോട്ട്സ് സഹിതം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് തന്നെ നോക്കിക്കൊണ്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു PDF ഫയലിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇത് പരിശോധിച്ച് നോക്കി ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എന്തായാലും B.Pharm അതുപോലെ തന്നെ M.Pharm ക്വാളിഫിക്കേഷനൊക്കെയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും. ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.